ഖത്തറിലെ ഹോസ്പിറ്റലിൽ എൻ്റെ ഡെലിവറിക്ക് ശേഷമുള്ള ആഫ്റ്റർ കെയർ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം കെയർ എങ്ങനെയാണെന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് പറയുന്നത്. സോ ഗൈസ്, ഐ എം ഫാത്തിമ ഫ്രം ഫാത്തിസ് വ്ലോഗ്. അക്കൗണ്ട് ഇഷ്ടപ്പെട്ട ഫോളോ ആക്കാൻ മറക്കല്ലേ. അതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന ആ പ്രഗ്നന്റ് ലേഡീസിന് ഈ വീഡിയോ ഷെയറും കൂടെ ചെയ്തേക്കേ. നോർമലി ഇവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നോർമൽ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ പറഞ്ഞു വിടും. സി സെക്ഷൻ ആണെങ്കിൽ ഒരു ദിവസം കൂടെ കിടത്തും. പക്ഷേ എന്റെ കേസിലാണെങ്കിൽ എനിക്ക് 2 days അഡ്മിഷൻ ഉണ്ടായിരുന്നേ. എന്റേത് നോർമൽ ഡെലിവറി ആയിരുന്നു, പക്ഷേ എനിക്ക് ചെറുതായിട്ടൊന്ന് ഫീവർ കൂടി. അതുകൊണ്ടാണ് എനിക്ക് 2 days അഡ്മിഷൻ ഉണ്ടായത്. ഡെലിവറി കഴിഞ്ഞ ഉടനെ ബേബിയെ ക്ലീൻ ആക്കിയിട്ട് മദറിന്റെ കൊണ്ട് തന്നിട്ട് ഫീഡ് ചെയ്യാൻ പറയും. അപ്പൊ എനിക്ക് ഫീഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷെ എന്നെ അസിസ്റ്റ് ചെയ്ത നേഴ്സ് എനിക്ക് എങ്ങനെയാന്നുള്ളത് ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നു. ഞാൻ ചോദിക്കുന്ന ചെറിയ ഡൗട്ട് പോലും അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും. നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. ഫീഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് കേട്ടോ എനിക്കൊരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അയാളോട് പറഞ്ഞിട്ടുണ്ടെന്ന് അയാൾ ഏതൊരു ഗ്രൂപ്പിൽ കണ്ട കാര്യമാണെന്ന്. ഇതുപോലെ ഖത്തറിലൊക്കെ കൂടുതലും ഫോർമുല മിൽക്ക് കൊടുക്കാനാണ് പുഷ് ചെയ്യുന്നത്, ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ അവർ പറയത്തില്ലാന്ന്. പക്ഷെ എന്റെ കേസിൽ ഞാൻ ഇങ്ങനെ ആദ്യം നമുക്ക് പാല് കുറച്ചല്ലേ വരുത്തുള്ളൂ. അങ്ങനെ ഞാൻ ഡോക്ടറിനോട് ചോദിച്ചു, എനിക്ക് ഇങ്ങനെ പാല് വരുന്നില്ല, അപ്പം ബേബിക്ക് എന്തെങ്കിലും ഒരു ഫോർമുല മിൽക്ക് കൊടുക്കാനായിട്ട് എന്തെങ്കിലും ഒരു പൗഡർ എഴുതി തരുമോന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞ കാര്യമാണ്, ബേബി സക്ക് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് മിൽക്ക് ഇൻക്രീസ് ആവത്തുള്ളൂ. ഫോർമുല പൗഡർ കൊടുക്കേണ്ട ആവശ്യമില്ല, അത് ബേബിക്ക് ഹാർംഫുൾ ആണ്. മാക്സിമം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ബ്രസ്റ്റ് ഫീഡ് തന്നെ ചെയ്യണമെന്നാണ് കേട്ടോ എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പം ഖത്തറിൽ അങ്ങനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നത് അവർ ഒഴിവാക്കി ഫോർമുല മിൽക്ക് കൊടുക്കാൻ പറയത്തില്ല. കാരണം ഞാൻ ഫോർമുല മിൽക്കിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്ത ടൈമിൽ ഡോക്ടർ എന്നോട് പറഞ്ഞ കാര്യമാണ്, ബ്രസ്റ്റ് ഫീഡ് തന്നെ ചെയ്യണം. കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ മാത്രം നിങ്ങൾ ഇതുപോലെ ഫോർമുല മിൽക്ക് യൂസ് ചെയ്തോന്നാണ് പറഞ്ഞത്. ദെൻ നെക്സ്റ്റ് അവർ എന്നോട് പറഞ്ഞത് പി ചെയ്യാനായിട്ടാണ്. അപ്പം പി ചെയ്യുന്ന ടൈമിൽ ഒരു നേഴ്സ് വന്ന് നോക്കി, എനിക്ക് യൂറിൻ പോകുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് നോക്കി. അപ്പം ഒരു കുഴപ്പമില്ലാന്ന് കണ്ടപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ആണ്. കാരണം നമുക്ക് എപ്പിസോട്ടമി ചെയ്യുമ്പം അങ്ങനെ യൂറിൻ പോകുന്നുണ്ടോന്ന് ചെക്ക് ചെയ്യണമെന്ന്, ഇപ്പൊ ഫസ്റ്റ് യൂറിൻ പോകുന്നുണ്ടോന്ന് ചെക്ക് ചെയ്യണമെന്ന് ഇവർ പറഞ്ഞായിരുന്നു. അപ്പം ആദ്യം അത് ചെയ്യിപ്പിച്ചായിരുന്നു. അതിനുശേഷം വീണ്ടും ബെഡിൽ കൊണ്ട് കിടത്തി. ദെൻ നമ്മളുടെ ഡീറ്റെയിൽസ് ഒക്കെ അവർ എൻ്റർ ചെയ്ത് ഈ ഒരു ടൈം കൊണ്ട് ഫുഡ് വേണോന്ന് ചോദിച്ചു. ഞാൻ ഫുഡ് വേണോന്ന് പറഞ്ഞ് ഫുഡ് കൊണ്ട് തന്ന് പിന്നെ എന്നെ വാർഡിലോട്ട് മാറ്റി. അതിനുശേഷം എനിക്ക് റൂം കിട്ടിയപ്പം റൂമിലോട്ട് ചേഞ്ച് ചെയ്ത്. ഇതായിരുന്നു കേട്ടോ ഡെലിവറി കഴിഞ്ഞ അന്നത്തെ ദിവസം ചെയ്തത്. ഇനി അതിന്റെ അടുത്ത ദിവസമായിരുന്നു കേട്ടോ ബേബിയുടെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ. അപ്പം അതൊക്കെ ഞാൻ എന്താണെന്ന് പാർട്ട് 2 പറയാം. അപ്പൊ പാർട്ട് 2 വീഡിയോ കാണുന്നതിന് ഇപ്പോഴേ എന്റെ അക്കൗണ്ട് ഒന്ന് ഫോളോ ആക്കിയിട്ടേ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.